Happyland presents Happy Xmas and New Year 2026. powered by Kerala Paints, co-powered by Elur Consultancy, co-presents Kyle Restaurant, UK. This program is brought to you by Legend Solicitors, UK. നന്മയും സ്നേഹവും നിറഞ്ഞ നല്ല നാളുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഓരോ പുതുവർഷവും നല്ലത് മാത്രം കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി എക്സ്മസ് ആൻഡ് ന്യൂ ഇയർ 2026 പുതിയ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മളൊക്കെ ഇവിടെ എത്തിപ്പെട്ടത് ഓരോ ഡെസ്റ്റിനിയാണ്. ഞാൻ 2 മാസത്തെ ഒരു ബ്രിട്ടീഷ് പ്രൊജക്ടിന് വന്നു. ഞാനിവിടെ UK സെറ്റിൽ ആവാൻ വേണ്ടി വന്ന ആളാണ്. പക്ഷെ 2 മാസം 3 മാസം അല്ലെങ്കിൽ 5 വർഷം എന്നൊക്കെ ആലോചിച്ചിട്ട് അതങ്ങനെ കണ്ടിന്യൂസ് ആയി 18 വർഷമായി. അതുപോലെ തന്നെ എനിക്കറിയാം ഷംജിത്തും ഇവിടെ സ്റ്റുഡന്റ് സെറ്റിലായി. പക്ഷെ എന്തുകൊണ്ടാണ് UK തന്നെ ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ വളരെ ഹാപ്പിയാണ്. UK ലൈഫും വർക്ക് ലൈഫ് ബാലൻസും. എന്തുകൊണ്ടാണ് ഷംജിത്ത് ഇതിന് എന്താണ് തോന്നിയുള്ളത് UK ലൈഫിനെ കുറിച്ച്? അല്ല, നമ്മൾ ഏത് രാജ്യത്താണെങ്കിലും പിന്നെ നമ്മളിപ്പോൾ UK നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാനൊരു കാര്യം മനസ്സിലാക്കി, നമ്മളൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയും നാട്ടിൽ ഭയങ്കര ബെസ്റ്റാണ്, നമ്മൾ പറയുന്നു ഇവിടെ ഹാപ്പിയാണ്. ഇത് നമ്മൾ എത്ര ഒരു വർഷം നാട്ടിൽ നിൽക്കുന്നോ അതിനനുസരിച്ചിട്ടാണ്. പിന്നെ UK അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത്, നമ്മൾ സാമ്പത്തികം നമുക്ക് ജീവിക്കാനുള്ള പൈസ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണം. ഇവിടുത്തെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയില്ല, നമ്മൾ ഇവിടെ വന്ന് ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒന്നും കൂടി ബെറ്ററാണ്. കാരണം എല്ലാ കാര്യങ്ങളും നല്ല ക്ലൈമറ്റാണ്, നമുക്ക് ഫ്രഷ് എയർ ഉണ്ട്, നമ്മളെ ലൈഫ് സ്റ്റൈല് വേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ രാജ്യത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ രാജ്യം ബെസ്റ്റാണ്. നമ്മൾ നാട്ടിലെ പോലെ തന്നെ നിന്ന് മിഡിൽ ഈസ്റ്റിലൊക്കെ വന്ന് നമ്മൾ ഇത്ര കോടി ഉണ്ടാക്കി നാട്ടിൽ ഇത്ര സ്ഥലം വാങ്ങുന്നു, ഇത്ര ഏക്കർ വാങ്ങുന്നു, അപ്പോൾ ഒരു പ്രഷർ വേറെ, നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ല സ്റ്റാൻഡേർഡിൽ നിൽക്കുന്നു, നമ്മളെ ഫാമിലിയായിട്ട് നിൽക്കുന്നു, നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദിസ് കൺട്രി ഈസ് ദ ബെസ്റ്റ്. എനിക്ക് തോന്നിയുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം വർക്ക് ലൈഫ് ബാലൻസ്, ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്ത ആളാണ്. എനിക്ക് തിരിച്ചു പോയിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഒരു അവസരം വന്നപ്പോൾ ഈ വർക്ക് ചെയ്യാന്നുള്ള ഞാൻ പറഞ്ഞു. പക്ഷെ അവിടുത്തെ ഒരു വർക്ക് ലൈഫ് ബാലൻസും അവിടുത്തെ ഒരു വർക്കിംഗ് സ്റ്റൈലും ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും നമ്മളത് നമ്മൾ ഒരുപാട് മാറി. കാരണം ഇവിടെ പേഴ്സണൽ ടൈമിനും എല്ലാത്തിനും ഒരുപാട് വാല്യൂ ഉണ്ട്. നമുക്ക് ഇപ്പൊ ഒരു മീറ്റിംഗിൽ ഞാൻ പറയാം, എനിക്ക് 3:30 എനിക്ക് മോനെ അല്ലെങ്കിൽ മോളെ സ്കൂളിൽ നിന്ന് വിളിക്കണം എന്ന് പറഞ്ഞാല് ആർക്കും അതിനകത്തൊരു പ്രശ്നമില്ല. കാരണം അതെല്ലാവരും അക്സെപ്റ്റബിൾ ആണ്. അല്ലെങ്കിൽ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല നമ്മൾ 5 മണിക്ക് ശേഷം വർക്ക് ചെയ്യണമെന്നോ 6 മണിക്ക് ശേഷം വർക്ക് ചെയ്യണം. പക്ഷെ നമ്മൾ അത്യാവശ്യം നമ്മൾ വർക്ക് ചെയ്യും. അപ്പൊ ആ ഒരു വർക്ക് ലൈഫ് ബാലൻസും അതേപോലെ ക്വാളിറ്റി ഓഫ് ലൈഫും, അതിപ്പം നമ്മൾ മേടിക്കുന്ന ഫുഡിന്റെ ആണെങ്കിലും എല്ലാത്തിന്റെ ആണെങ്കിലും നമുക്ക് ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് നല്ല വിലയുണ്ട്. അതിപ്പം നമ്മൾ ഏത് കളർ ഓഫ് സ്കിൻ കളർ ആണെങ്കിലും നമ്മൾ ഏത് റിലീജിയൻ ആണെങ്കിലും എന്താണെങ്കിലും ഒരു മനുഷ്യൻ എന്നുള്ള അതെനിക്ക് ബാക്കി ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ഉണ്ട് കേട്ടോ, അതേപോലെ ഒരുപാടുണ്ടെങ്കിലും അത് ആ കാര്യത്തിലാണ് എനിക്ക് UK വളരെ ഇഷ്ടപ്പെട്ടത്. നമുക്ക് നമ്മൾ ഒരു പ്രോസസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള കാര്യങ്ങൾ നടക്കും. അത് വേറെ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് എനിക്ക് തോന്നിയില്ല. പക്ഷെ അതുപോലെ എനിക്ക് വേറൊരു കാര്യം സംശയം നേരത്തെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികത്തിന് പുറകെ പോകില്ല, നമ്മളൊരു പ്രോബ്ലം സോൾവ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരള റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മലബാർ ഏരിയയിലുള്ള ഒരുപാട് സ്നാക്സ് കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് നമ്മളത് ഫ്രോസൺ ഫുഡാണ് ആദ്യം കേരള റിലേഷൻ കൊണ്ടുവന്നത്. അപ്പം സാമ്പത്തിക അല്ലല്ലോ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുക, എന്താ പറയാ, അതിന്റെ പുറകിൽ പോകുമ്പോഴാണ് ആ ഒരു കിക്കാണ് തോന്നുന്നത്. അതെങ്ങനെയാണ് അത്? പിന്നെ എന്താണ് അതിനെ കുറിച്ച് എന്താ പറയാ? അതിൽ നമ്മൾ ശരി, ഞാനിപ്പോൾ നമ്മൾ മലബാർ ഫുഡ് നമ്മൾ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മൾട്ടിപ്പിൾ കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു ബിസിനസ് ആയിരുന്നുണ്ട്. നമ്മൾ ഇത് ഡ്രൈവ് ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയ സംരംഭം തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു ടീം വരും, ആ ടീം നമ്മളെ ഭാഗമാവും. അപ്പോൾ അവരുടെ എനർജി നമുക്ക് പുതിയൊരു എൻട്രി ചെയ്യാനുള്ളൊരിത്. അപ്പോൾ അത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു ഗെയിമാണ്. ബിസിനസ് ശരിക്കും ഒരു ഗെയിമായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നമ്മൾ ഗെയിം ഫെയിൽ ആവാം, നമ്മൾ നല്ല സ്റ്റേബിളായിട്ട് പോകാം. അത് നന്നായി പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്. അപ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്ട്സ് ആണ് സാമ്പത്തികം, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ലക്ഷറി എല്ലാം. അപ്പോൾ നമ്മൾ ഈ റിട്ടയർമെന്റും വർക്കും എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ ഒരു ഭാഗമാണ്. അതെ, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് ക്രിസ്മസ് ഡിന്നർ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 2-3 മണിക്കൂറിൽ ടർക്കി ഒക്കെ ഒരുപാട് സമയം എടുക്കുന്നത് സെറ്റ് ആവും.
അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ലണ്ടനിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ലണ്ടൻ ക്രിസ്മസിന്റെ ടൈമിൽ ലൈറ്റ്സ് ഒക്കെ ഇതേപോലെ തന്നെ എനിക്ക് വളരെ റയർ. യൂറോപ്പിൽ ഒരുപാട് സിറ്റീസ് ഉണ്ട്, പക്ഷെ ലണ്ടൻ ഒരു പ്രത്യേക ആ സമയത്ത് ലണ്ടൻ നമ്മുടെ എല്ലാവരുടെയും ഒരു പരിപാടിയാണ് ലണ്ടനിൽ പോവാ ലൈറ്റ്സ് കാണാന്നുള്ളത്. നമുക്ക് എന്തായാലും ഒന്ന് അതിനിടയിൽ ലണ്ടൻ ലൈറ്റ്സ് പോയി കണ്ടിട്ട് വരാം. അത് മാത്രമല്ല നമുക്കൊരു സ്പെഷ്യൽ സർപ്രൈസ് ഗസ്റ്റ് പോലും ഉണ്ട്. അതേപോലെ സർപ്രൈസ് ആയിട്ട് നോക്കണം, വഴി വരും. പോയിട്ട് വരാം. Hi, welcome to Herb, the Ayurvedic cuisine of Kerala in UK. ഞാനിത് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ്. ട്രൂലി ഇതൊരു ആയുർവേദിക് ക്യുസീനാണ്. നമ്മുടെ അടുത്ത് വരുന്ന ഒരു ഗസ്റ്റ് ഫസ്റ്റ് അവർ റെസ്റ്റോറൻറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ആ വാവ് ഫീൽ, അത് ആ റെസ്റ്റോറൻറ്റ് ബ്യൂട്ടിയിൽ നിന്ന് അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്ന നമ്മളുടെ ഫൗണ്ടർ ജെയ്മോൻ തോമസ്, അദ്ദേഹത്തിൻ്റെ ആ വിഷണറിയിൽ നിന്ന് കാണുന്ന ആ ഒരു ബ്യൂട്ടി നമുക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ടേബിളിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫീൽ, അവിടെ തുടങ്ങുന്ന ഞങ്ങളുടെ ഫുഡ് എക്സ്പീരിയൻസ് അത് ഞങ്ങൾ മേക്ക് ഷുവർ ചെയ്തിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു നോൺ വെജിറ്റേറിയൻ ആണെന്ന് വിചാരിച്ചോ, ഒന്നുകൊണ്ടും മടിക്കണ്ട ഞങ്ങളുടെ അടുത്ത് വരാനായിട്ട് എന്ന് ഞാൻ എല്ലാ ഗസ്റ്റിനോടും പറയാറുണ്ട്. കാരണം ഇവിടുന്ന് ഭക്ഷണം കഴിച്ച ഒരു വ്യക്തിക്ക് അവർ ഒരു മീറ്റ് മിസ് ചെയ്തെന്നുള്ളൊരു ഫീല് ഒരിക്കലും ഉണ്ടാകില്ല. ഈ ഒരു ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ ലെസ്റ്റർ എന്ന് പറയുന്ന മിഡ്ലാൻഡ്സിലെ, UK മിഡ്ലാൻഡ്സിലെ സ്ഥലം, അതാണ് ഒറിജിൻ ഓഫ് വീഗനിസം. വീഗനിസം എന്നാൽ എല്ലാവർക്കും അറിയാം, അത് ഒരു ഹൈ എൻഡ് വെജിറ്റേറിയനാണ്. അവർ ഒരു ആനിമൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യില്ല. നമ്മളുടെ റെസ്റ്റോറൻറ്റിലുള്ള 95% ഐറ്റംസും വീഗൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിഷസാണ്. ഇനി 5% അത് റീപ്ലേസബിളായിട്ട് ചെയ്യാവുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 100% വീഗൻ ചെയ്യാവുന്ന ഒരെണ്ണമാണ്. ഇത് എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ഈ നാടിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെയാണ് വീഗനിസം തുടങ്ങിയത്. ആ തുടങ്ങിയ ആൾ ഡൊണാൾഡ് വാട്സൺസ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അയാളോടുള്ള ആ ഒരു റെസ്പെക്റ്റ് കാണിക്കാൻ ഞങ്ങൾ ഇതിന് ശേഷം ഒരു ഹൈ ഡിമാൻഡിൻ്റെ പേരിൽ നമ്മൾക്ക് വാട്സൺസ് എന്ന് പറയുന്ന നമ്മളുടെ ഒരു ബാർ അസോസിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ലെസ്റ്ററിലാണ്, ലെസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് തന്നെ വളരെയധികമായിട്ടുണ്ട്. അവരിൽ ഭൂരിഭാഗം ആൾക്കാരും വെജിറ്റേറിയൻസും കൂടിയാണ്. അപ്പോൾ അത് ആ ഒരു ഡിമാൻഡ്സ് നമ്മൾ കായൽ എന്ന ബ്രാൻഡ് 25 കൊല്ലം മുമ്പ് തുടങ്ങുമ്പോൾ ആ ബ്രാൻഡിൽ കഴിക്കാൻ വന്നിരുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അവരുടെ ഒരു ആവശ്യമായിരുന്നു ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, സൗത്ത് ഇന്ത്യൻ അല്ല കേരള ക്യുസൈനിലുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. ദോശയായിട്ടും നമ്മളുടെ കടലക്കറിയായിട്ടും പുനർമാവായിട്ടും ഹെൽത്തി ആയിട്ടുള്ള എല്ലാത്തരം ഡിഷുകളും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട ഒരു കാര്യമല്ല. ട്രിപ്പ് അഡ്വൈസർ എന്ന് പറയുന്ന ലോക നിലവാരത്തിലുള്ള ഒരു റിവ്യൂയിങ് സൈറ്റിൽ ലാസ്റ്റ് ഇയർ UK രണ്ടാമത്തെ ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ആയിട്ടും ലോകത്തിലെ തന്നെ 13ാമത് പ്ലേസിൽ ദ ബെസ്റ്റ് 13th റെസ്റ്റോറൻ്റ് ആയിട്ടും നമുക്ക് ഒരു പ്രൈസ് കിട്ടിയിരുന്നു. സോ I'm telling the truth, it's truly heavenly cuisine. നമ്മളുടെ ഇന്നത്തെ ഒരു നോട്ട് എന്ന് പറയുന്നത് കിനുവ ഉപ്പുമാവ്. നമ്മൾ ഉപ്പുമാവുകളെ നമുക്ക് എല്ലാവർക്കും ഉപ്പുമാവുകളെ കുറിച്ച് അറിയാം. ഉപ്പുമാവ് നമ്മൾ ചെയ്യുന്നു. റവ ഉപ്പുമാവ് നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു ഡിഷ്. നമ്മൾ ഹെർബിൻ്റെ ക്യുസൈനിൽ ഇതൊരു ആയുർവേദിക് ക്യുസൈനാണെന്നും നമ്മളുടെ ഫുഡ് എത്രമാത്രം പോഷക സമൃദ്ധമാകാമെന്ന് നമ്മൾ വിചാരിക്കുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ഇൻഫ്യൂസ് ചെയ്ത ഒരു സ്പെഷ്യൽ ഡിഷാണ് നമ്മുടെ കിനുവ ഉപ്പുമാവ്. ഈ ഉപ്പുമാവ്
ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഞങ്ങളുടെ മാസ്റ്റർ ഷെഫായ മനു ഷെഫാണ്. അദ്ദേഹം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ആളുടെ കൺട്രോളിലാണ് ഇവിടുത്തെ കുസൈൻ ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ക്യുനുവയെ കുറിച്ച് ഞാൻ പറഞ്ഞോട്ടെ. ക്യുനുവ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ആയുർവേദിക് ആയിട്ടുള്ള പോഷക സമൃദ്ധമായ കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞ, അതുകൊണ്ട് തന്നെ ഡയബറ്റിക്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടം പോലെ കഴിക്കാവുന്ന കാർബോഹൈഡ്രേറ്റ്സ് കുറവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഹെൽത്തി കൺസേൺ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിരിക്കുന്നത്. സോ ആ ഒരു എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ ഡിഷിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, ഞങ്ങൾ ഈ കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഡിഷ് അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നത് വളരെ സന്തോഷം. ഷെഫ്, നമുക്കിത് ഒന്ന് സ്റ്റാർട്ട് ചെയ്താണ്. ദിസ് ഈസ് Patricia. She is a floor manager for the restaurant and we are working together for many years now. ഇനി ആദ്യം വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ്, 2-3. അത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെ ഓയിൽ ചൂടായി കഴിയുമ്പോൾ മസ്റ്റർഡ് സീഡ്, ഇനി വേണ്ടത് ഒരു വറ്റൽ മുളകാണ്, കറി ലീഫ്, ഇത് നമ്മൾ ചെയ്യുന്ന സോൾട്ട്, ഫ്രഷ് കോക്കനട്ട് ആണ്. മെയിൻ സാധനം രൂപയാണ്. Yes, please. Oh God. So that's the reason why the guest is asking for this particular dish, isn't it? That's it. This guy, he always make me happy. ഇത് പിടിയും കടലയുമാണ്. എല്ലാവരും കേട്ടിട്ടുണ്ട് പിടിയും നോൺ വെജ് കറി അല്ല ചിക്കൻ കറി എന്ന് കേട്ടിട്ടുണ്ട്. ഇത് കടലയും. അതെന്താണ് ആ കോമ്പിനേഷൻ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലും വെജിറ്റേറിയൻസും കൂടി ഇത് എങ്ങനെ എൻജോയ് ചെയ്യാമെന്നുള്ള ഒരു ചിന്തയുടെ പുറത്ത് അവർക്ക് ആ മീറ്റ് മിസ്സാകാതെ, അല്ലെങ്കിൽ ആ മീറ്റിൻ്റെ ഫ്ലേവേഴ്സ് മിസ്സാകാതെ, അല്ലെങ്കിൽ ആ ഒരു ഫുൾ ഫ്ലേവറിൽ എങ്ങനെ കഴിക്കാം, അതിനു വേണ്ടിയുള്ള ഒരു ചിന്തയുടെ പുറത്ത് ഷെഫിൻ്റെ മാജിക് ടച്ചിലുള്ള ഒരു കടലക്കറി തന്നെ ഇവിടെ ഒരു ഫേമസ് ഡിഷാണ്. നമ്മളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ എങ്ങനെയാണ് ചിക്കൻ ചെയ്യുന്നത് അതുപോലെ തന്നെ വറുത്തരച്ച് നല്ല ഭംഗിക്ക് ആ ടേസ്റ്റിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അതെ, അതിലെ കുക്കിംഗ് പ്രോസസ്സ് തന്നെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് ഒരു മെയിൻ കോഴ്സിൽ ഫില്ലിംഗ് ആയിട്ടുള്ള റൈസ് ഡംപ്ലിങ്സ്, ഇത് ഒരു കോക്കനട്ടി ഫ്ലേവറിൽ, പിന്നെ കോക്കനട്ട് വറുത്തരച്ച ഒരു കടലക്കറി. ഇതാണ് ഈ കോമ്പിനേഷൻ. Hope you will enjoy it. ഇത് ഉറപ്പായിട്ടൊരു കോമ്പിനേഷനാണ്. സോ യു മസ്റ്റ് ട്രൈ വിത്ത് ടുഗദർ. Welcome to Kayal, where tradition meets quality. For 20 years, we've brought the authentic taste of Kerala to the UK. Delicious, immersive, unforgettable. Kayal Restaurants, where tradition meets quality. Founded and curated by Jaimon Thomas. Kerala Paints, Colors of Care. കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. UK അടുത്തറിയാൻ എന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ അന്വേഷിച്ച് ഇവിടെ എത്തിയ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്കും ഏലൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.
ഞാനുള്ളത് പർക്കാട്ട് ജുവൽസിൻ്റെ എറണാകുളം പത്മ ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. എല്ലാ സ്ത്രീകളും എപ്പോഴും മാറി മാറി ഓരോ കോസ്റ്റ്യൂമിനനുസരിച്ചും ഇടാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മളുടെ കമ്മലുകളാണ്. കമ്മലുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പർക്കാട്ട് ജുവൽസിൻ്റെ കമ്മൽ കളക്ഷനിൽ ഞാൻ ഏറ്റവും ചെറുത് കാണിച്ചു തരാം. ഇതാ ഇതേപോലുള്ള സിമ്പിളായിട്ടുള്ള കമ്മലുകൾ, നമ്മൾക്ക് സെക്കൻഡ് സ്റ്റഡ് അല്ലെ മൂക്കുത്തി തൊട്ട് ഇതാ ഇതേപോലുള്ള ഒരുപാട് വെറൈറ്റി കമ്മലുകൾ. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കമ്മലുകളല്ല കേട്ടോ, നമ്മൾക്ക് കുറച്ച് ജിമുക്ക, ഹാങ്ങിങ് സ്റ്റഡ്സ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒന്ന് പരിചയപ്പെടാം. ചെറിയ ജിമുക്ക എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്കൂൾ ഗോയിങ് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഇതേപോലുള്ള ജിമുക്ക എന്ന് വേണേൽ പറയാം, കമ്മലെന്ന് വേണേൽ പറയാം. ഇനിയിപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഗോൾഡനും സ്റ്റോണും എല്ലാം വരുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കുട്ടി 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 ജിമുക്കകൾ ഇട്ടിട്ട് ഇതാ ഇതേപോലുള്ള നമ്മളുടെ പണ്ട് മുതലേ ഉള്ള ട്രഡീഷണൽ പാറ്റേൺസിൽ വരുന്ന ഇതേപോലുള്ള ജിമുക്കകളുണ്ട്, സ്റ്റെപ്പ് ജിമുക്കകളുണ്ട്. ഞാൻ എപ്പോഴും പരിചയപ്പെടുത്താറുള്ളതാണ് നമ്മളുടെ പാലക്ക ജിമുക്കകൾ. ഇതുണ്ടല്ലേ ഇതേപോലുള്ള പാലക്കയുടെ എല്ലാ കളേഴ്സിലും വരുന്ന ജിമുക്കകളുണ്ട്. ഇതേപോലുള്ള പാർട്ടി വെയർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്റ്റോണിൽ വരുന്ന കളക്ഷൻസ് ഉണ്ട്. അതേപോലുള്ള ചെട്ടിനാട് കളക്ഷനിൽ വരുന്ന ജിംകാസ് ഉണ്ട്. ഇത് പർക്കാട്ടിൻ്റെ ഒരു സ്പെഷ്യൽ കശ വർക്കിൽ വരുന്ന ഒരു ജിമിക്കയാണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ട് കാതിന് വലിയ തൂക്കമൊന്നും വരാത്ത രീതിയിൽ തോന്നുന്ന ജിമിക്കയാണ്. നല്ല AD സ്റ്റോൺസ് വെച്ചിട്ട് ട്രഡീഷണൽ ഹാൻഡ് വർക്കിൽ നമ്മളുടെ ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സ്, റിയൽ ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സ് ചെയ്യുന്ന ജിമിക്കകളാണ് നമ്മൾ ഈ കാണുന്നതല്ല. സ്ക്വയർ ഷേപ്പിലുണ്ട്, നിറയെ റൂബി കളർ സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള കേരള നെല്ല് ജിമിക്കയാണ്. ഇത് സ്റ്റോണിൻ്റെ ഒരു ഇൻഫിക്സിങ് വരുന്ന രീതിയിൽ തമിഴ്നാട് മോഡലിലും ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു ജിമിക്ക. സ്ക്വയർ ഷേപ്പിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ജിമിക്കയുണ്ട്. ചെട്ടിനാട് കളക്ഷനിൽ വരുന്ന ഒരുപാട് കളക്ഷൻ, ഇപ്പോഴത്തെ ഒരു യൂത്തിന് പറ്റിയ രീതിയിലുള്ള ഒരുപാട് ട്രെൻഡി കളക്ഷൻസ്. നമ്മൾക്ക് പാർട്ടി വെയറൊക്കെ ആയിട്ടുള്ള ഒരുപാട് കമ്മലുകൾ, പ്രീമിയം സ്റ്റോൺസിൽ വരുന്ന സ്റ്റഡ്സ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ്. ഇനി ഇതൊന്നും അല്ല, നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണോ, നേരെ പർക്കാട്ടിലേക്ക് പോരെ. ഏത് കളറിലും ഏത് ഡിസൈനിലും ഏത് സൈസിലുമുള്ള ജിംകാസ് ആയിക്കോട്ടെ, സ്റ്റഡ്സ് ആയിക്കോട്ടെ, മറ്റ് ഓർണമെൻറ്റ്സ് എന്ത് വേണമെങ്കിലും പർക്കാട്ട് ജുവൽസ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും. അതും 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയേർഡായിട്ട്. നമ്മുടെ കളക്ഷൻസ് എല്ലാം കാണുന്നതിനും പരിചയപ്പെടുന്നതിനും അതിൻ്റെ ഫിനിഷ്, ക്വാളിറ്റി, സർവീസ്, വാറൻറ്റി, ഗ്യാരൻറ്റി എല്ലാം അറിയുന്നതിനും വേണ്ടി പർക്കാട്ട് ജുവൽസിൻ്റെ ഏതെങ്കിലും ഒരു ഷോറൂമിൽ ഡെഫിനറ്റായിട്ട് സന്ദർശിക്കുക. പർക്കാട്ട് ജുവൽസിൻ്റെ ഷോറൂംസ് കേരളത്തിൻ്റെ അങ്ങേയറ്റം പാറശാല മുതൽ ഇങ്ങേയറ്റം കാസർഗോഡ് വരെ എല്ലാ സ്ഥലങ്ങളിലും, കൂടാതെ തമിഴ്നാട്, ബാംഗ്ലൂർ, ഹൈദരാബാദ്, മലേഷ്യ തുടങ്ങിയ ലോകത്തിലെമ്പാടും ഉണ്ട്. ഇനി ഇത് മാത്രമല്ല, നമ്മളുടെ ഡയറക്റ്റ് ഷോറൂമിൽ സന്ദർശിക്കാം. കൂടാതെ പർക്കാട്ട് ജുവൽസിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ് ഡെഫിനറ്റായിട്ട് ചെക്ക് ചെയ്യുക. നമ്മളുടെ പ്രൈസ്, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ വേണ്ടിയിട്ട്. കൂടാതെ സോഷ്യൽ മീഡിയ അപ്ഡേഷൻസിനായി പർക്കാട്ട് ജുവൽസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ പർക്കാട്ട് ജുവൽസിൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. നമ്മളിന്നുള്ളത് UK സ്ട്രോക്ക് പോർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഏലൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള മാത്യു ചേട്ടനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും മാത്യു ചേട്ടനെ നമുക്ക് നമ്മുടെ ഷോയിലോട്ട് വെൽക്കം ചെയ്യാം. ഞാൻ 2003 നവംബറിലാണ് UK എത്തിച്ചേർന്നത്. ഇന്ന് ഇവിടെ ഏലൂർ കൺസൾട്ടൻസി എന്ന സ്ഥാപനവും അതോടൊപ്പം ഏലൂർ സ്റ്റഡി അബ്രോഡ്, ഓസ്കി ട്രെയിനിങ് സെൻറ്റർ, CBT ട്രെയിനിങ് സെൻറ്റർ, ഏലൂർ പ്രോപ്പർട്ടീസ് ആൻഡ് ലണ്ടൻ ആൻഡ് മാഞ്ചസ്റ്റർ കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി തുടങ്ങിയ സ്ഥാപനങ്ങൾ ഒരു ഗ്രൂപ്പ് കമ്പനിയായിട്ട് നടത്തുന്നു. ഈ സ്ഥാപനം തുടങ്ങി 2003 തൊട്ട് ഏകദേശം 23 വർഷം ആയി നിൽക്കുന്നു. ഈ സ്ഥാപനം തുടങ്ങി എനിക്ക് ഏറ്റവും കൂടുതൽ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ അഭിമാനം തോന്നുന്നത് ഏകദേശം 8,000-ഓളം നേഴ്സസിനും അതോടൊപ്പം ഏകദേശം അത്രയും നമ്പറുള്ള 8,000-8,500-ഓളം സ്റ്റുഡൻസിനും UK എത്തിക്കാൻ സാധിച്ചു. മജോറിറ്റി ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റി. ഞങ്ങളുടെ മോട്ടോയായ ചേഞ്ചിങ് ലൈഫ്സ് എനിക്ക് സാധൂകരിക്കാൻ പറ്റി. UK ഏത് ഭാഗത്ത് ചെന്നാലും ഇപ്പോൾ നമ്മൾ വഴി ഇവിടെ വന്ന് പെർമനൻറ്റ് റെസിഡൻസ് കിട്ടി
സിറ്റിസൺഷിപ്പ് ഉണ്ട്. വളരെ ഉന്നത നിലയിൽ കാണുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് കാണുന്നത്. മെയിൻ ഞങ്ങളുടെ മോട്ടോ മലയാളികൾക്കും ഞങ്ങൾ വഴി വരുന്ന എല്ലാവർക്കും അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം. ചേഞ്ചിങ് ലൈഫ്സ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ചേഞ്ചിങ് ലൈഫ് ത്രൂ ദ എംപ്ലോയ്മെൻറ്റ്. ദറ്റ് ഈസ് അവർ മോട്ടോ. അത് ഞങ്ങൾ ഇപ്പോഴും അത് കീപ്പ് ചെയ്യുന്നു. ആ രീതിയിൽ തന്നെ ഞങ്ങൾ ഇപ്പോഴും പോകുന്നു. ഇപ്പോഴും ഇമിഗ്രേഷൻ കുറച്ച് ഓൾവേസ് അപ്സ് ആൻഡ് ഡൗൺ ഉണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 23 വർഷമായിട്ട് ഇപ്പോഴും നല്ല പേരിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു ബോധ്യമുണ്ട്. ഒന്ന്, ഞങ്ങളുടെ അനുഭവ സമ്പത്ത്, കഴിഞ്ഞ 23 വർഷത്തെ അനുഭവ സമ്പത്തിൽ ധാരാളം കുട്ടികൾ, ഞങ്ങളുടെ വഴി വന്നേക്കുന്ന ധാരാളം കുട്ടികൾക്ക് UK വന്നു കഴിഞ്ഞിട്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായത് കാണുന്നുണ്ട്. എക്സാമ്പിൾ, ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വിസ എക്സ്റ്റൻഷൻ ഇഷ്യൂസ്, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് സപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞും ഞങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങൾക്കിവിടെ വളരെ ശക്തമായ ഒരു അലുമിനി ഗ്രൂപ്പുണ്ട്. ആ അലുമിനി ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും, ഇന്ന് പല ഹോസ്പിറ്റലിലെയും വാർഡ് മാനേജർ, ജനറൽ മാനേജേഴ്സ്, അങ്ങനെ നിരവധി ആൾക്കാർ ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളിൽ വഴി വന്ന ധാരാളം കുട്ടികൾ ഇപ്പോഴും യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഈ അലുമിനിയെ കണ്ട് തന്നെ വരുന്ന കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, ഇഫ് യു ആർ ഇൻ ദ UK, എനി എമർജൻസി വി ആർ ദെയർ ടു സപ്പോർട്ട്. Welcome to Kayal, where tradition meets quality. For 20 years, we've brought the authentic taste of Kerala to the UK. Delicious, immersive, unforgettable. Kayal Restaurants, where tradition meets quality. Founded and curated by Jaimon Thomas. കേരള പെയിന്റ്സ്, കളേഴ്സ് ഓഫ് കെയർ, കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. UK അടുത്തറിയാൻ എന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ അന്വേഷിച്ച് ഇവിടെ എത്തിയ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്കും ഏലൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. താങ്ക് യു. ഇന്ന് ഷുഗർ എന്നത് നമുക്കിടയിൽ പ്രധാന വില്ലനായി മാറിക്കഴിഞ്ഞു. ഷുഗർ വരാതെ നോക്കുന്നത് പോലെ തന്നെ ഷുഗർ രോഗത്തിനൊപ്പം എങ്ങനെ ജീവിക്കാം എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വർഷം ഷുഗർ രോഗികൾക്കായുള്ള പ്രത്യേക പോഷകാഹാരം എന്ന നിലയിൽ കേരളം മുഴുവൻ ചർച്ചയായ അമൃതപൂർണം എന്നൊരു പ്രത്യേക ഫുഡ് കിറ്റിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഷുഗറുള്ള പലർക്കുമുള്ള സംശയമാണ്, ഷുഗർ ഉള്ളവർക്ക് എന്ത് ഭക്ഷണം കഴിക്കാം, എന്തൊക്കെ ഒഴിവാക്കണം, ആരോഗ്യമുള്ളത് രുചിയോടെ എങ്ങനെ കഴിക്കാം, ഇങ്ങനെയൊക്കെ. ഭക്ഷണം ശ്രദ്ധിക്കണമെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ദൈനംദിന ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുക അത്ര എളുപ്പമല്ല എന്നതാണ് സത്യം. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ഡയബറ്റിക് ഫ്രണ്ട്ലി ഫുഡ് ചോയ്സായി ശ്രദ്ധിക്കപ്പെട്ട കിറ്റാണ് അമൃതപൂർണം. അമൃതപൂർണം ഒരു മരുന്നോ ചികിത്സയോ അല്ല, ഇത് പോഷക സമൃദ്ധമായ ഭക്ഷണ കിറ്റാണ്. ഷുഗർ ഉള്ളവർക്കും പ്രീ ഡയബറ്റിക് അവസ്ഥയിലുള്ളവർക്കും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്കും അനുയോജ്യമായ രീതിയിൽ തയ്യാറാക്കിയ ഒരു ബാലൻസ്ഡ് ഫുഡാണ് അമൃതപൂർണം. ലോ ഗ്ലൈക്കമിക് ഇൻഡെക്സ് ഉള്ള തിന, ചാമ, വരക്, കുതിരവാരി പോലുള്ള മില്ലറ്റുകൾ അടിസ്ഥാനമാക്കിയാണ് ഈ കിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച ശേഷം രക്തത്തിലേക്ക് ഷുഗർ പെട്ടെന്ന് ഉയരാതെ പതുക്കെ റിലീസ് ചെയ്യപ്പെടുന്ന ഒരു ഭക്ഷണ രീതിയിലേക്ക് മാറാൻ ഈ കിറ്റ് നമ്മളെ സഹായിക്കുന്നു. 14 ദിവസത്തേക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള 14 സാഷകൾ അടങ്ങിയ ഈ കിറ്റിലെ എല്ലാ സാധനങ്ങളും തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കി തയ്യാറാക്കിയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും അടുക്കളയിൽ അധിക സമയം ചെലവഴിക്കേണ്ടതായി വരുന്നില്ല. 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം വളരെ എളുപ്പത്തിൽ പാചകം ചെയ്യാവുന്ന ഈ കിറ്റ് ഡയബറ്റിക് ഫ്രണ്ട്ലി എന്നതിലുപരിയായി ഒരു ഡയറ്റ് ഫുഡായും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്.
എന്ന വെബ്സൈറ്റ് വഴിയും നേരിട്ടും അമൃതപൂർണ്ണം കിറ്റ് ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. ഷുഗർ വരാതെ നോക്കേണ്ടതിനൊപ്പം തന്നെ രുചികരവും അതോടൊപ്പം തന്നെ പോഷക സമ്പുഷ്ടവുമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഷുഗറിനോടൊപ്പം ജീവിക്കാനും അമൃതപൂർണ്ണം നമ്മളെ പഠിപ്പിക്കുന്നു. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ വെമ്പായത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലാണ്. ഇവിടെ എന്താണ് ഇത്ര അമ്യൂസ്മെന്റ് എന്ന് അറിയണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താ പേര്? ധനൂപ്. എന്താ പേര്? പൂജാലക്ഷ്മി. പൂജാലക്ഷ്മി, അടിപൊളി പേര്. ദുർഗാലക്ഷ്മി. ദുർഗാലക്ഷ്മി ട്വിൻസ് ആണോ? അല്ല, ദുർഗാലക്ഷ്മിയും പൂജാലക്ഷ്മിയും. ശരണ്യ അല്ല. എവിടുന്നാ വരുന്നത്? നെയ്യാറ്റിങ്കര. ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാണ്. ഹാപ്പി ലാൻഡിൽ ഫസ്റ്റ് ടൈം വരികയല്ലേ? എത്രയല്ല ദുർഗാലക്ഷ്മി പഠിക്കുന്നേ? 2ല്. പൂജാലക്ഷ്മിയോ? 5ല്. ഏത് സ്കൂളിലാ? ഗവൺമെന്റ് JBS. അടിപൊളി രണ്ടുപേരും. ഇപ്പൊ എന്താ വെക്കേഷൻ തുടങ്ങിയോ? ഇല്ല, തുടങ്ങിയല്ലോ. എക്സാം ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെയാ? എളനാട് തന്നെയാണല്ലേ. അപ്പം ഹാപ്പി ലാൻഡിൽ ആദ്യമായിട്ട് വരികയല്ലേ? ഏതിലൊക്കെ പോയി? സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഏതിലാ പോയത്? 5D അല്ലേ? 5D ഇഷ്ടമായോ? 5Dയിൽ ഏത് ഷോയാ കണ്ടേ? അത് ഒരു ട്രെയിനൊക്കെ പോണം. എന്നിട്ട് എവിടെയൊക്കെ പോയി ട്രെയിനിൽ? പറയേ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറ. ട്രെയിൻ ഇങ്ങനെ ചുമ്മാ നിന്നോ അതോ കുലുങ്ങിയോ? കുലുങ്ങി. ശരിക്കും ട്രെയിനിൽ പോകുന്ന പോലെ തോന്നിയോ? ഇഷ്ടായോ? ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇവിടത്തെ പറ്റി? അങ്ങനെയാണോ? ആരാ കൊണ്ടുവന്നേ ഇങ്ങോട്ട്? അച്ഛനും അമ്മയും. നിങ്ങൾ പറഞ്ഞിട്ടാണോ? ശരി, ഓക്കെ, അടിപൊളി. ഇനിയിപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കാലം വരെയല്ലേ, അപ്പൊ എങ്ങനെയാ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തോ? ഇല്ല, ക്രിസ്മസ് ട്രീ ഒക്കെ വേണ്ടേ? ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ യൂഷ്വലി എങ്ങനെയാണ്? നമ്മൾ സാധാരണ ആഘോഷിക്കുമ്പോഴെല്ലാം ഓണം പോലെ തന്നെ അങ്ങനെയാണ് ആഘോഷിക്കുന്നത്. വെക്കേഷൻ ടൈം അല്ലേ, അപ്പം എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകാറുണ്ടോ അതോ എങ്ങനെയാണ്? സാധാരണ വെക്കേഷനിൽ പോകാറുണ്ട്. ഇപ്രാവശ്യം എവിടെയെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നിലവിൽ ഒരു പ്ലാൻ ചെയ്തില്ല, പെട്ടെന്ന് ഇവിടെ ഇങ്ങോട്ട് വന്നു. നിലവിൽ ആദ്യത്തെ പ്ലാൻ ആണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാപ്പി ലാൻഡിൽ അല്ലേ? ഓക്കെ. എങ്ങനെ പാട്ടൊക്കെ പാടുമെന്ന് തോന്നുന്നു കണ്ടിട്ട്, 2 ലക്ഷ്മിമാരും അല്ലേ? നീ വന്നേ ചോദിക്കട്ടെ. രണ്ടുപേരും നിന്നേ അടുത്ത്. അതിന് രണ്ടുപേരും കൂടെ ഒരു പാട്ട് പാടിക്കോ. കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്നും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. പാടണം. പാടിക്കോ, നിർത്തണ്ട. എന്താടോ ഇത്? അയാൾ പാടിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോഴേക്ക് നിർത്തി. പാടിക്കോ, നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി, സൂപ്പർ. ഒരു ഗിഫ്റ്റ് തരട്ടെ? വേണ്ടായിരുന്നു. വേണോ? വേണ്ട. വേണോ വേണ്ട? ഇപ്പൊ കറക്റ്റിന് പറയണം. വേണോന്ന് പറയണം. ചോദിച്ചാൽ വേണം തന്നെ പറയണം, വേണ്ടെന്ന് പറയേ ചെയ്യരുത് കേട്ടോ. തരാം. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് തൊപ്പി, ഒരാൾക്ക് ടീഷർട്ട്. ഇത് രണ്ടുപേരും മാറി യൂസ് ചെയ്യാലോ. അടിപൊളി. ഓക്കെ, ഹാപ്പി ലാൻഡ്. എല്ലാവരും ഹാപ്പി ആയിരിക്കാം. ഹാപ്പി നമുക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കഴിഞ്ഞുപോയ നല്ലതും ചീത്തയുമായ ദിനരാത്രങ്ങൾക്ക് വിട. ഇനി വരുന്ന നാളുകളിൽ സന്തോഷം മാത്രം നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥിക്കാം നല്ല ദിനങ്ങൾക്കായി. നാളെ വീണ്ടും കാണാം. ഞാൻ സുകന്യ ജയറാം. ബൈ. ഹാപ്പി ലാൻഡ് പ്രസൻസ് ഹാപ്പി എക്സ്മസ് ആൻഡ് ന്യൂ ഇയർ 2026. Powered by Kerala Paints. Co-powered by Elur Consultancy. Co-presents Kyle Restaurant, UK. This program is brought to you by Legend Solicitors, UK.